ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ അർച്ചനയും സന്ധ്യ ഡോക്ടറും കൂടി അടുത്ത് കണ്ട ആ ഫ്രൂട്ട്സ് കടയിലേക്ക് ചെന്നു. അഡ്രസ്സ് കൊടുത്തിട്ട് ഈ വീട് എവിടെയാണെന്ന് പറഞ്ഞു തരുമോ എന്ന് അന്വേഷിച്ചു. ഉടനെ തന്നെ ആ കടക്കാരൻ ആ അഡ്രസ്സ് കൃത്യമായി നോക്കിയതിനു ശേഷം ആ വീട് ഏതാന്ന് പറഞ്ഞു കൊടുക്കുകയും അതോടൊപ്പം തന്നെ ഇതിലെഴുതിയ ഈ ഹരിഹരൻ എന്ന് പറഞ്ഞ ആളല്ല ഇപ്പോൾ അവിടെ താമസിക്കുന്നത് എന്നും അറിയിച്ചു. അത് കേട്ടതോടെ അർച്ചനയ്ക്കും സന്ധ്യ ഡോക്ടർക്കും ആകെ നിരാശയായി. ആ ഹരിഹരൻ എന്ന് പറഞ്ഞ വ്യക്തി അത് വാടകയ്ക്ക് എങ്ങാനും കൊടുത്തതാണോ എന്ന് ചോദിച്ചപ്പോ അയാൾ പറഞ്ഞു വാടകയ്ക്കാണെന്ന് തോന്നുന്നില്ല. കാരണം അങ്ങനെയാണെങ്കിൽ അയാൾ ഇടയ്ക്കൊക്കെ ഇവിടെ വരേണ്ടതല്ലേ. ഇത് അല്ലാതെ വിറ്റ് പോയതാണെന്ന് തോന്നുന്നു. 7 വർഷമായെന്ന് തോന്നുന്നു ഇവിടെ നിന്ന് പോയിട്ട് എന്നും അയാൾ അറിയിച്ചു. അത് കേട്ടതോടെ സന്ധി ഡോക്ടർ ചോദിച്ചു, അപ്പൊ പിന്നെ ആ വീട്ടിൽ ചെന്ന അയാളുടെ ഇപ്പോഴത്തെ അഡ്രസ്സ് അറിയാൻ കഴിഞ്ഞേക്കുമായിരിക്കുമല്ലോ അല്ലെ? അല്ല, അപ്പോഴേക്കും ഉടനെ തന്നെ അർച്ചന ചോദിച്ചു, ഈ ഹരിഹരൻ എന്ന് പറഞ്ഞ ആളുടെ കൂടെ അന്ന് ഒരു 2 പെൺകുട്ടികൾ കൂടി അയാളുടെ മക്കളല്ലാതെ വേറെ 2 പെൺകുട്ടികളെ കൂടി ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ടായിരുന്നില്ലേ എന്ന് അന്വേഷിച്ചതും ആ കടക്കാരൻ പറഞ്ഞു, അത് ശരി തന്നെയാണ്. അയാളുടെ പെങ്ങളുടെ മക്കളായിരുന്നു ആ 2 പെൺകുട്ടികൾ. അവര് കുറെ നാൾ ഇവിടെ ഉണ്ടായിരുന്നു. പിന്നീട് അവരെ കുറിച്ചും യാതൊരു അറിവുമില്ല എന്ന് അയാൾ അറിയിച്ചു. ഉടനെ തങ്ങൾ അന്വേഷിച്ചു വന്ന ഹരിഹരനെ കുറിച്ച് തന്നെയാണ് ആ കടക്കാരൻ പറഞ്ഞതെന്ന് മനസ്സിലാക്കിയതോടെ അർച്ചനയും സന്ധ്യ ഡോക്ടറും കൂടി ഇനി നമ്മൾ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചു. തൽക്കാലം നമുക്ക് ആ വീട്ടിലേക്ക് തന്നെ പോകാം. ആ വീട് ഇപ്പോൾ വാങ്ങിച്ച ആളുകളുടെ കയ്യിൽ ചിലപ്പോൾ അയാളുടെ അഡ്രസ്സോ മറ്റെന്തെങ്കിലും ഡീറ്റെയിൽസോ ഉണ്ടെങ്കിലോ നമുക്ക് അങ്ങനെ തന്നെ അന്വേഷിക്കാം എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും കൂടി അവിടെ നിന്ന് പുറപ്പെടാൻ ഒരുങ്ങി. ഉടനെ സന്ധ്യ ഡോക്ടർ ചോദിച്ചു, അല്ല, നമ്മൾ നേരിട്ട് ചെന്ന് ഹരിഹരന്റെ ഡീറ്റെയിൽസ് അന്വേഷിച്ചാൽ ചിലപ്പോ ഹരിഹരനുമായിട്ട് ഇപ്പോൾ അവർക്ക് കോണ്ടാക്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് നമ്മൾ 2 സ്ത്രീകൾ ചെന്ന് അന്വേഷിച്ചത് കൂടിയാകുമ്പോ ആ കോണ്ടാക്ട് ഉള്ളത് വെച്ച് അവർ ഉടനെ തന്നെ വിവരം അയാളെ അറിയിക്കാനുള്ള സാധ്യത ഏറെയാണ്. അങ്ങനെ ആ വിവരം അവന്തികയിലെത്തുകയും തീർച്ചയായിട്ടും നമ്മൾ തന്നെയാണ് അന്വേഷിച്ചു ചെന്നത് എന്ന് അവന്തിക മനസ്സിലാക്കുകയും ചെയ്യും. അതോടെ എന്തെങ്കിലും ഒരു ഗൂഢാലോചന അവർക്കിടയിൽ അവർ നടത്താനായി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ അതിനെക്കുറിച്ച് അവർ വീണ്ടും നമ്മൾ അറിയാതെ തന്നെ നമുക്കെതിരെ എന്തെങ്കിലും തന്ത്രം പ്രയോഗിക്കാനുള്ള സാധ്യത ഏറെയാണെന്ന് സന്ധി ഡോക്ടർ അറിയിച്ചു. എന്തെങ്കിലും കളവ് പറഞ്ഞു വേണം അവിടേക്ക് ചെല്ലാനെന്ന് അവർ അതോടെ തീരുമാനിക്കുന്നു. അതിനുശേഷം ആ കടക്കാരൻ പറഞ്ഞനുസരിച്ച് ആ വീട്ടിലേക്ക് സന്ധിയും ഒപ്പം അർച്ചനയും കൂടി എത്തിച്ചേർന്നു. അവിടെ വന്ന് കോളിംഗ് ബെൽ അടിച്ചതും ഒരു സ്ത്രീ പുറത്തേക്ക് ഇറങ്ങി വന്നു. അവർ വന്ന് എന്താ, ആരാ എന്നൊക്കെ അന്വേഷിച്ചു. ഉടനെ തന്നെ അർച്ചന ചോദിച്ചു, ഇത് ഹരിഹരന്റെ വീടല്ലേ എന്ന് അന്വേഷിച്ചു. ആ സ്ത്രീ ദേഷ്യപ്പെട്ടുകൊണ്ട് പറഞ്ഞു, ഇത് ഹരിഹരന്റെ വീടൊന്നുമല്ല, ഇത് എന്റെ വീടാണ്, വനജയുടെ വീടാണ്, നിങ്ങളോട് ആരാ പറഞ്ഞത് എന്നൊക്കെ ദേഷ്യത്തോടെ അവർ പറഞ്ഞു. അല്ല, ആ കടക്കാരൻ ചോദിച്ചപ്പോ പറഞ്ഞു ഇത് ഹരിഹരന്റെ വീടാണെന്ന് എന്ന് സന്ധ്യ ഡോക്ടർ പറഞ്ഞത്. ഉടനെ ആ സ്ത്രീ പറഞ്ഞു, അങ്ങനെ ആരൊക്കെ പലതും പറയും, പക്ഷെ ഇത് എന്റെ വീടാ, നിങ്ങൾക്ക് എന്താ വേണ്ടത് എന്ന് അവർ വല്ലാതെ ദേഷ്യപ്പെട്ടു. ഉടനെ തന്നെ സന്ധ്യ ഡോക്ടർക്ക് ചോദിച്ചു, അല്ല, എന്നാ ഈ ഹരിഹരന്റെ അഡ്രസ്സോ മറ്റോ അറിയുമോ, അദ്ദേഹം എവിടെയാണെന്ന് അറിയാമോ എന്ന് ചോദിച്ച ഉടനെ ആ സ്ത്രീ വളരെ ദേഷ്യപ്പെട്ടു. അയാൾ എവിടെയാണെന്ന് എനിക്കാണോ അറിയാവുന്നത്, നിങ്ങൾ വേറെ വല്ല പണി നോക്ക് എന്ന് പറഞ്ഞ് ആ സ്ത്രീ വളരെ ശോഭിക്കുന്നത് കണ്ടതോടെ അർച്ചനയോട് സന്ധ്യ ഡോക്ടർ പറഞ്ഞു, ഓ, അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് പോകാം, നമ്മൾ നിന്നിട്ട് കാര്യമൊന്നുമില്ല. അവ പാവം, അവളുടെ അവസാനത്തെ ആഗ്രഹമാണെങ്കിൽ പോലും അയാളെക്കുറിച്ച് ഒരു വിവരവും ഇല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാൻ കഴിയും എന്നൊക്കെ സന്ധി ഡോക്ടർ അർച്ചനയോട് പറഞ്ഞു. അർച്ചന ആകെ അതിശയത്തോടെ നോക്കുമ്പോ, അല്ല, ആക്സിഡന്റ് കഴിഞ്ഞ് അവൾ ഇങ്ങനെ വയ്യാതെ കിടക്കുമ്പോ അവളുടെ അവസാന ആഗ്രഹമല്ലേ, എന്നിട്ട് നമുക്ക് സാധിച്ചു കൊടുക്കാൻ കഴിഞ്ഞില്ലല്ലോ, എന്ത് കഷ്ടമാണല്ലേ എന്നൊക്കെ സന്ധി ഡോക്ടർ പറയുന്നു. ഉടനെ തന്നെ ആ സ്ത്രീ ചോദിച്ചു, അല്ല, നിങ്ങൾ എന്തൊക്കെയാ ഈ പറയുന്നത്, ഇനി ഒന്നും മനസ്സിലായില്ല, ആരുടെ കാര്യം ഈ പറയുന്നത് എന്ന് ചോദിച്ചതും സന്ധി ഡോക്ടർ പറഞ്ഞു, അല്ല, ഈ ഹരിഹരൻ എന്ന് പറഞ്ഞ ആളുടെ അനന്തരവളുടെ കാര്യം ഞാൻ പറഞ്ഞത്. അവള് കുറെ നാള് അയാളുടെ ഒപ്പമായിരുന്നു താമസിച്ചിരുന്നത്. ഇപ്പോ അവൾക്കൊരു ആക്സിഡന്റ് സംഭവിച്ചു. അവള് അത്യാസന്ന നിലയിലാണ്. അവളുടെ അവസാന ആഗ്രഹം എന്നോണം അമ്മാവനെ ഒന്ന് കാണണമെന്ന് അവൾ പറഞ്ഞു. ആ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ വേണ്ടി അദ്ദേഹത്തെ അന്വേഷിച്ച് ഇറങ്ങിയതാണ് ഞങ്ങൾ രണ്ടുപേരും. അതുകൊണ്ട് അവളുടെ ആ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ കഴിയുന്നില്ലല്ലോ. അല്ല, ഇനിയിപ്പം അദ്ദേഹം എവിടെയാണെന്ന് എന്തെങ്കിലും ഒരു സൂചന നിങ്ങൾക്കറിയാമോ, എങ്ങോട്ടാ അവർ മാറിയതെന്നെങ്കിലും അറിയാമോ എന്ന് ചോദിച്ചതും ഉടനെ ആ സ്ത്രീ പറഞ്ഞു, അതെ, എനിക്ക് അയാളെ കുറിച്ചൊന്നും അറിയത്തില്ല. ഈ ഹരിഹരൻ എന്ന് പറഞ്ഞ ആളുടെ കയ്യിൽ നിന്നാ ഞങ്ങൾ ഈ സ്ഥലം വാങ്ങിച്ചത്. അതിനുശേഷം അയാളെ ഈ വഴിക്കൊന്നും കണ്ടിട്ടില്ല എന്ന് അവർ ദേഷ്യപ്പെട്ട് പറയുമ്പോ ഉടനെ അർച്ചന ചോദിച്ചു, അല്ല, അങ്ങനെയാണെങ്കിൽ അന്നത്തെ ആധാരം എഴുതിയപ്പോ ആ ആധാരത്തിനകത്ത് അദ്ദേഹത്തിന്റെ അഡ്രസ് ഉണ്ടാവുമല്ലോ, ഒന്ന് നോക്കി പറയുമോ എന്ന് ചോദിച്ചതും, ദേ, നിങ്ങൾക്കൊക്കെ വേറെ വല്ല പണിയുമില്ലേ, പോയി വേറെ വല്ല പണിയും നോക്കി പെണ്ണുങ്ങളെ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടുകൊണ്ട് ആ സ്ത്രീ അകത്തേക്ക് പോയി. ഈ സമയത്ത് സന്ധ്യ ഡോക്ടറും അർച്ചനയും ആകെ നിരാശയോടെ ഇതുകൊണ്ടും യാതൊരു പ്രയോജനം ഉണ്ടായില്ലല്ലോ എന്ന് വിഷമിച്ച് അവർ പുറത്തേക്ക് ഇറങ്ങാൻ ഒരുങ്ങുമ്പോഴാണ് ഒരു ബൈക്കുകാരൻ അകത്തേക്ക് വന്നത്. അയാൾ കയറി വന്നതും ആകെ സങ്കടത്തോടെ നിൽക്കുന്നവരോട് അയാൾ ചോദിച്ചു, നിങ്ങൾ ആരാ, എന്തിനാ വന്നത്? അപ്പോഴേക്കും അവർ പറഞ്ഞു, അല്ല, ഞങ്ങള് ഈ ഹരിഹരൻ എന്ന് പറഞ്ഞ ആളെ അന്വേഷിച്ച് വന്നതാണ്. ഇവിടുത്തെ ആ സ്ത്രീയോട് ചോദിച്ചപ്പോ അവര് അറിയത്തില്ലെന്നും അവര് വല്ലാതെ ദേഷ്യപ്പെടുകയും ചെയ്തു. അത് കേട്ട ഉടനെ അയാൾ പറഞ്ഞു, അതെ, ചേച്ചി അങ്ങനെ ഒരു പ്രകൃതക്കാരിയാണ്, അത് നിങ്ങൾ കാര്യാക്കണ്ട. അല്ല, എന്തായിരുന്നു നിങ്ങളുടെ ആവശ്യം എന്ന് ചോദിച്ചതും
സതി ഡോക്ടർ പറഞ്ഞു, അതെ ഈ ഹരിഹരൻ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ ഒരു അനന്തരവളുണ്ട്. അവൾക്ക് ആക്സിഡന്റ് സംഭവിച്ച് അവൾ ആകെ വയ്യാതെ ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. അവളുടെ ആഗ്രഹമായിരുന്നു അമ്മാവനൊന്ന് കാണാന്നുള്ളത്. അദ്ദേഹത്തെ ഒന്ന് അന്വേഷിച്ച് വിവരം അറിയിക്കാന്നോർത്ത് വന്നതാണ്. പക്ഷെ കോണ്ടാക്ട് ചെയ്യാനായിട്ട് നമ്പറും കയ്യിൽ ഇല്ലാതായിപ്പോയി. അദ്ദേഹം ഇവിടെയാ താമസിച്ചെന്നറിഞ്ഞ് ഇവിടെ എത്തിയതാണ്. പക്ഷെ അപ്പോഴാണ് അറിഞ്ഞത് ഈ വീട് വിറ്റുപോയെന്നുള്ള വിവരം. അദ്ദേഹത്തിന് ഇപ്പോഴത്തെ അഡ്രസ്സും അറിയത്തില്ല. ആകെ സങ്കടത്തിലായിപ്പോയി ഞങ്ങൾ എന്ന് സന്ധി ഡോക്ടർ പറഞ്ഞത് കേട്ട് അദ്ദേഹം പറഞ്ഞു, അയ്യോ ഇടയ്ക്ക് അദ്ദേഹം ഇവിടെ വരാറുണ്ടായിരുന്നു. സത്യത്തിൽ ഞാനാണ് ഈ വീട് വാങ്ങിക്കാനായി ഹരിഹരൻ സാറുമായിട്ട് എന്റെ അളിയനെ അദ്ദേഹവുമായി ബന്ധപ്പെടുത്തി കൊടുത്തത്. എന്തായാലും ഞാനൊന്ന് നോക്കട്ടെ. എന്റെ കയ്യിൽ അദ്ദേഹത്തിന്റെ നമ്പരൊന്നും ഇപ്പൊ ഇല്ല എന്ന് അയാളും അറിയിച്ചു. അത് കേട്ട ഉടനെ അർച്ചന ചോദിച്ചു, അല്ല ഞങ്ങൾ പറഞ്ഞു ഈ ആധാരം എഴുതിയപ്പോ അതിനകത്ത് ചിലപ്പോ അയാളുടെ ഇപ്പോഴത്തെ അഡ്രസ്സ് എഴുതിയിട്ടുണ്ടാവും. അതൊന്ന് നോക്കി പറയാമെന്ന് ചോദിച്ചിട്ടും ചേച്ചി സമ്മതിച്ചില്ല എന്ന് പറഞ്ഞതും ഉടനെ അയാൾ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞാനൊന്ന് നോക്കട്ടെ, നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യേ, ഞാൻ ഒന്ന് പോയി നോക്കിയിട്ട് വരാം എന്ന് പറഞ്ഞ് അയാൾ വേഗം അകത്തേക്ക് പോയി. ഈ സമയത്ത് അർച്ചന സന്ധി ഡോക്ടർ ചോദിച്ചു, ഡോക്ടർ അത്യാവശ്യം കളവൊക്കെ പറയുമല്ലേ എന്ന് ചോദിച്ചതും സന്ധി ഡോക്ടർ പറഞ്ഞു, സത്യസന്ധമായി നടന്നിട്ട് കാര്യമില്ലോ. ചില സമയത്ത് ഇതുപോലെയൊക്കെ നമുക്ക് ഇത്തരം രീതിയിലൊക്കെ പലപ്പോഴും അഭിനയിക്കേണ്ടി വരും എന്ന് സന്ധി ഡോക്ടർ പറയുമ്പോഴേക്കും അയാള് ആധാരത്തിലുണ്ടായിരുന്ന അഡ്രസ്സുമായിട്ട് വേഗം അവിടേക്ക് എത്തി. ഇതാണ് അതിൽ എഴുതിയിരുന്ന അഡ്രസ്സ്. കുറച്ചു ദിവസം മുമ്പ് ഇവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു അദ്ദേഹം. അന്നാണെങ്കിൽ അദ്ദേഹത്തിന്റെ നമ്പർ വാങ്ങിച്ചു വെക്കാൻ മറന്നുപോയി. അല്ല, ആ പെൺകുട്ടി ഇപ്പൊ സീരിയസ് ആയിട്ടാണോ? എന്തായാലും നിങ്ങൾ വേഗം ഈ അഡ്രസ്സിൽ ഒന്ന് ചെന്ന് നോക്ക്, ചിലപ്പോ അദ്ദേഹത്തെ കണ്ടെത്താൻ കഴിയുമല്ലോ എന്ന് പറഞ്ഞു. ഉടനെ തന്നെ സന്ധ്യ ഡോക്ടർ ചോദിച്ചു, അല്ല ഇനിയിപ്പോ അദ്ദേഹത്തെ കണ്ടാൽ അദ്ദേഹത്തിന് തിരിച്ചറിയാൻ എന്തെങ്കിലും അടയാളം മറ്റോ ഉണ്ടോ എന്ന് ചോദിച്ചതും അയാൾക്കാകെ സംശയമേ, അടയാളമോ, നിങ്ങൾ എന്താ ഉദ്ദേശിച്ചത് എന്ന് ചോദിച്ചപ്പോ സന്ധ്യ ഡോക്ടർ പറഞ്ഞു, അല്ല ഇന്നേ വരെ ആ അമ്മാവനെ ഞങ്ങൾ കണ്ടിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഫോട്ടോയോ മറ്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ, അദ്ദേഹത്തെ മനസ്സിലാക്കാൻ എന്തെങ്കിലും കഴിയുമോ എന്നറിയാൻ ചോദിച്ചതാണെന്ന് പറഞ്ഞത്. ഉടനെ അയാൾ പറഞ്ഞു, അത്രേ ഉള്ളോ, ശരി ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് അയാൾ തന്റെ മൊബൈൽ ഫോണിലുള്ള ആ ഫോട്ടോ എടുത്ത് കാണിച്ചിട്ട്, ഇതാണ് ഹരിസാറ് അങ്ങനെ കാണിച്ച് ആ ഫോട്ടോ കണ്ടതോടെ അയാളോടൊപ്പം നിൽക്കുന്ന ഹരിയുടെ ഫോട്ടോ കണ്ടു. അത് കണ്ട ഉടനെ തന്നെ അർച്ചന തന്റെ മൊബൈലിൽ അയാളുടെ ഫോട്ടോ എടുത്തു. ശരി, താങ്ക് യു, വലിയ ഉപകാരമുണ്ട് കേട്ടോ, ഉപകാരമായി എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും അയാളുടെ നന്ദി പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. അർച്ചനയും സന്ധി ഡോക്ടറും കൂടി കാറിലേക്ക് കയറിയതും ഈ സമയത്ത് അവന്തികയും അനഘയും കൂടി ആതിരയ്ക്കെതിരെ പുതിയ പദ്ധതിയുമായി എത്തി. അവന്തിക കയ്യിലിരുന്ന ആ ചവിട്ടിയുമായിട്ട് വേഗം സ്റ്റെയറിനരികിലേക്ക് എത്തുകയും അനഘയോട് ഇത് അവിടെ കൊണ്ടുപോയി ഇടാനായിട്ട് അവന്തിക അറിയിച്ചു. ഉടനെ അനഘ ചോദിച്ചു, അല്ല ചേച്ചി ഇതൊക്കെ വർക്കൗട്ട് ആവുമോ എന്ന് ചോദിച്ചപ്പോ അനഘയോട് അവന്തിക പറഞ്ഞു, നിന്നോട് ഞാനല്ലേ പറഞ്ഞത്, നീ ഇത് അവിടെ കൊണ്ടുപോയി ഇട് എന്ന് പറഞ്ഞ് അനഘയോട് അത് അവിടെ കൊണ്ടുപോയി ഇടാനായി അറിയിച്ചു. അനഘ പതുക്കെ ആ സ്റ്റെയറിനരികിൽ ചെന്ന് അവിടെ ചവിട്ടി നിലത്ത് വീഴാൻ പാകത്തിന് കൃത്യമായി തന്നെ അതിൽ ചവിട്ടിയ വീഴുന്ന രീതിയിൽ ആ ചവിട്ടി അവിടെ പ്ലേസ് ചെയ്തു. അതിനുശേഷം അനഘ പതുക്കെ താഴേക്ക് ഇറങ്ങി വന്നു. ഉടനെ അവന്തികയോട് അനഘ ചോദിച്ചു, അല്ല ചേച്ചി ഇതെങ്ങനെ വർക്കൗട്ട് ആവും, എനിക്ക് സംശയമുണ്ട് എന്ന് പറഞ്ഞതും അവന്തിക പറഞ്ഞു, ഇതൊക്കെ വർക്കൗട്ട് ആവും, നീ നോക്കിക്കോ, അവള് ഇന്ന് വീഴുക തന്നെ ചെയ്യും, അതോടെ അവളുടെ ഗർഭവും പോവും. അത് കേട്ട ഉടനെ അനഘ പറഞ്ഞു, അതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല ചേച്ചി, കാരണം അങ്ങനെ ഒരു വീഴ്ച വീണാലൊന്നും ഇല്ലാതാകുന്നതല്ല അവളുടെ ഗർഭം. അങ്ങനെയായിരുന്നെങ്കിൽ നേരത്തെ തന്നെ അത് ഇല്ലാതാകേണ്ടതായിരുന്നില്ലേ എന്ന് ചോദിച്ചതും അവന്തിക പറഞ്ഞു, അതെ അന്നത്തെ ആ വീഴ്ചയിൽ ആ കുഞ്ഞിനെ നഷ്ടമാകുമെന്ന് ഞാൻ കരുതിയതാണ്. പക്ഷെ എനിക്കാണ് അന്ന് അബദ്ധം പറ്റിയത്. അന്ന് അവൾ എന്റെ കാൽച്ചോട്ടിൽ വന്ന് കിടന്നപ്പോ അവൾ അടിവയറ്റിനിട്ടൊരു ചവിട്ട് കൊടുത്താൽ അതോടെ തീർവായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാനായിരുന്നു, അന്ന് എനിക്ക് അതിനുള്ള ബുദ്ധി പോയില്ല. പക്ഷെ ഇന്നൊരു അവസരം അങ്ങനെ കിട്ടിയാൽ തീർച്ചയായിട്ടും ഞാൻ അത് ചെയ്യുക തന്നെ ചെയ്യും എന്ന് അവന്തിക അറിയിച്ചു. ഉടനെ അനഘ പറഞ്ഞു, എന്നാ ചേച്ചി ഇങ്ങനെ കാത്തിരിക്കാൻ എനിക്ക് വയ്യ, വേഗം അവളെ വിളിക്കുക, അന്നത്തെ വീഴ്ച എനിക്ക് ലൈവായിട്ട് കാണാൻ കഴിഞ്ഞില്ല, അതുകൊണ്ട് ഇന്ന് എനിക്കത് കാണണം, ചേച്ചി വേഗം തന്നെ വിളിക്കുക എന്ന് പറഞ്ഞപ്പോ ഉടനെ തന്നെ കിച്ചണിൽ നിന്ന് ഫ്രൂട്ട്സും ഒക്കെ ആയിട്ട് വേഗം പുറത്തേക്ക് വരികയാണ് മീര. മീര ആ പ്ലേറ്റിൽ നിറയെ ഫ്രൂട്ട്സും പിടിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി വരുന്നത് കണ്ടതോടെ അവന്തിക പറഞ്ഞു, നീ വേഗം വാ, നമുക്ക് ഇവിടുന്ന് മാറി നിൽക്കാം. അങ്ങനെ അനഘയെ പിടിച്ചുകൊണ്ട് അവന്തിക അപ്പുറത്തേക്ക് മാറി നിൽക്കുന്നു. ഈ സമയത്ത് മീര പതുക്കെ സ്റ്റെയർ കയറി പോകുമ്പോൾ മീരയ്ക്ക് എന്തെങ്കിലും സംഭവിക്കുക എന്നുള്ള ആധിയായിരുന്നു ഇരുവരുടെയും മനസ്സിൽ. അവർ രണ്ടുപേരും കൂടി ആകെ ടെൻഷനോടെ മീര മുകളിലേക്ക് കയറി പോകുന്നത് നോക്കിയിരുന്നു. കൃത്യം ആ ചവിട്ടിയിൽ ചവിട്ടിയിട്ട് യാതൊരു കുഴപ്പവുമില്ലാതെ അടുത്ത സ്റ്റെപ്പിലേക്ക് കാല് വെച്ച് മീര മുകളിലേക്ക് കയറിപ്പോയി. മീരയ്ക്കൊന്നും സംഭവിക്കാത്തതിൽ ആശ്വാസത്തോടെ അവന്തികയും അനഘയും നിന്നു. തൽക്കാലം ഇത്തവണ മീര ഇതിൽ വീഴുമോ എന്നുള്ള ആശങ്കയായിരുന്നു അവരുടെ മനസ്സിൽ. അവരാകെ ടെൻഷനോടെ അങ്ങനെ നിൽക്കുമ്പോൾ മീര വേഗം റൂമിലേക്ക് ചെന്നു. ആതിര ആ സമയത്ത് മൊബൈൽ കുത്തിക്കൊണ്ടിരിക്കുന്നത് കണ്ട് ആതിരയുടെ അരികിലെത്തി മീരടുത്ത് പറഞ്ഞു, അതെ നീ ഏതു നേരം ഇങ്ങനെ മൊബൈലിൽ കുത്തിക്കൊണ്ടിരിക്കാറെ, ഇതൊക്കെ വളരെ ദോഷമുള്ള കാര്യം, എടുത്ത് മാറ്റി വെച്ചേ. അതെ നീ ഈ സമയത്ത് വല്ലതും പുസ്തകം എടുത്ത് വായിക്കുകയോ വല്ല പാട്ടൊക്കെ കേൾക്കുകയോ ചെയ്യണം, കുഞ്ഞുങ്ങൾക്കൊക്കെ അത് വളരെ പ്രയോജനം ചെയ്യുന്ന കാര്യമാണ് എന്ന് മീരയെടുത്തി ആതിരയെ ഉപദേശിച്ചു. ഉടനെ ആതിര പറഞ്ഞു, എന്റെ എടുത്തി ഞാൻ വെറുതെ ഇരുന്നതാ എന്ന് പറയുമ്പോ കയ്യിലിരുന്ന ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് കൊടുത്തുകൊണ്ട് മീര പറഞ്ഞു, എന്നാലേ ഇത് കഴിച്ചുകൊണ്ടിരിക്കേ, അതാ നല്ലത്. ഉടനെ
മീര അത് കഴിക്കാനായി പറഞ്ഞിട്ടും ആതിര പറഞ്ഞു, എനിക്ക് വേണ്ട എടുത്തി, എനിക്ക് വിശക്കുന്നില്ല, ഇപ്പൊ വേണ്ട. അത് കേട്ട ഉടനെ മീരയെ ദേഷ്യപ്പെട്ടു. അതെ, ഞാൻ അന്ന് ആവണി മോളെ ഗർഭിണിയായിരുന്ന സമയത്ത് എന്തെല്ലാം സാധനങ്ങൾ തിന്നാൻ എനിക്ക് കൊതിയുണ്ടായിരുന്നെന്ന് അറിയാവോ? പക്ഷേ എനിക്ക് അനൂപേട്ടന്റെ അവസ്ഥ അറിയാവല്ലോ, അതുകൊണ്ടൊന്നും ഞാൻ അക്കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. നിനക്ക് എന്തൊരു യോഗമാ, നിനക്ക് പറയാത്തതിന്റെ കുറവല്ലേ ഉള്ളൂ. എന്തെല്ലാം സാധനങ്ങളാണ് നിനക്ക് ഇവിടെ അവർ വാങ്ങിച്ചു തരുന്നത്, നീ ഒന്നും കഴിക്കുന്നില്ലല്ലോ. അതെ, ഇത് നീ കൃത്യമായി തന്നെ ഭക്ഷണം നന്നായിട്ട് കഴിക്കണം, ഇത് വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന് വേണ്ടിയാ എന്ന് പറഞ്ഞു. ഉടനെ മീരടുത്ത് ഇങ്ങനെ നിർബന്ധിക്കുന്നത് കണ്ട് അതിലൊരു പീസ് എടുത്ത് തിന്നാൻ തുടങ്ങുമ്പോഴേക്കും മീരടുത്ത് പറഞ്ഞു, അതെ, ഇതിൽ എന്തെല്ലാം വൈറ്റമിൻ ഉണ്ടെന്ന് അറിയാവോ? ഉടനെ ആതിര പറഞ്ഞു, ഇല്ല, അറിയത്തില്ല, മീരടുത്ത് ഒന്ന് പറഞ്ഞേ. ഇതിലെ ഒത്തിരി വൈറ്റമിൻ ഒക്കെ ഉണ്ട്. അതെ, ഇപ്പൊ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല, മര്യാദക്ക് ഇത് കഴിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചത്. ഉടനെ ആതിരയെ മീരയെടുത്തി നിർബന്ധിച്ചു. ഉടനെ തന്നെ ആതിര അതൊരെണ്ണം വാങ്ങിച്ച് കഴിച്ചുകൊണ്ടിരിക്കുമ്പോ മീരയെടുത്തി പറഞ്ഞു, അതെ, നിനക്ക് വിശപ്പില്ലെങ്കിൽ നീ തിന്നണ്ട, പക്ഷേ ഇത് വയറ്റി കിടക്കുന്ന കുഞ്ഞിന് വേണ്ടിയാ. കുഞ്ഞിന് എനിക്ക് വിശക്കുന്നെന്ന് പറയാൻ കഴിയില്ലല്ലോ, അത് നേരിട്ട് അതിന് കൊടുക്കാനും പറ്റില്ലല്ലോ, അതുകൊണ്ടാണ് നിന്നെ തിരിക്കുന്നത് ഞങ്ങള്, അല്ലാതെ നിന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല. നീ വേഗം കുഞ്ഞിന് വേണ്ടി കഴിക്കാൻ നോക്ക് എന്ന് പറഞ്ഞ് ആതിരയെ നിർബന്ധിച്ച് ഒന്ന് രണ്ട് പീസ് ആതിര കഴിച്ചു തുടങ്ങിയതും വേഗം തന്നെ ആതിരയ്ക്ക് വൊമിറ്റ് ചെയ്യാനായി തോന്നി. വേഗം വാഷ്റൂമിലേക്ക് ഓടി പോകുന്നത് കണ്ട് മീരയെടുത്തി പിന്നാലെ ചെന്ന് ആതിരയെ പുറം തടവി കൊടുത്തു. അതിനുശേഷം വേഗം കബോർഡ് തുറന്ന് കർച്ചീഫ് എടുത്ത് ആതിരയുടെ മുഖം തൂക്കാനായിട്ട് കയ്യിലേക്ക് കൊടുക്കുന്നു. സാരമില്ല, ഇതൊക്കെ ഈ സമയത്ത് പതിവാണ്, പിന്നെ നന്നായി വൊമിറ്റ് ചെയ്യണമെന്ന് തന്നെ പറയുന്നത്. ഛർദിലുണ്ടാവുന്നത് കൊണ്ട് കുഴപ്പമൊന്നും തന്നെ ഇല്ല. കാരണം ഉണ്ടല്ലോ, ഇതുപോലെ നന്നായി ഛർദിച്ചാൽ മാത്രമേ നല്ല കുഞ്ഞിന് ആരോഗ്യമുള്ള കുഞ്ഞിനെ കിട്ടുകയുള്ളൂ എന്നൊക്കെയാ പറയാറുള്ളത്. നീ കുറച്ച് വെള്ളം കുടിച്ചേ എന്ന് പറഞ്ഞ് മീര വീണ്ടും വെള്ളം എടുത്തു കൊടുക്കുന്നു. വെള്ളം കുടിച്ച് ആതിര അവിടെ ചെന്നിരുന്നതും മീരടുത്ത് പറഞ്ഞു, അതെ, നീ പതുക്കെ സാവധാനത്തിൽ ഇരുന്ന് കഴിച്ചോണം കേട്ടോ, എനിക്ക് താഴെ ജോലിയുണ്ട്, ഞാൻ പോവാ എന്ന് പറഞ്ഞുകൊണ്ട് മീരയെടുത്തി യാത്ര പറഞ്ഞ് ആ റൂമിൽ നിന്ന് പോകുന്നു. ഈ സമയത്ത് അവന്തിക്ക് അനഘയും കാത്തു നിന്ന് മുഷിഞ്ഞു. ഉടനെ അനഘ പറഞ്ഞു, അതെ ചേച്ചി, ഇനി അവളെ അങ്ങ് വിളിച്ചേ, ഞാൻ മീര വരുവോ വരാതിരിക്കുകയോ ചെയ്യട്ടെ, നമുക്ക് എന്തായാലും ആതിരയെ വിളിച്ച് ആ കാഴ്ച കാണാലോ, വേഗം നാട്ടെ, എനിക്ക് കാത്തിരുന്നിട്ട് അങ്ങ് സഹിക്കാൻ കഴിയുന്നില്ല എന്ന് അനഘ നിർബന്ധിച്ചിടും. അവന്തിക ആതിരയെ വിളിക്കാനായി സ്റ്റേറിനരികിലേക്ക് പോകാൻ തുടങ്ങുമ്പോഴാണ് മീര താഴേക്ക് ഇറങ്ങി വരുന്നത്. ആതിരയുടെ റൂമിൽ നിന്ന് മീര താഴേക്ക് വരുന്നത് അവർ കണ്ടത്. കൃത്യമായി മീര ആ ചവിട്ടിയിൽ വന്ന് ചവിട്ടിയാൽ ഉണ്ടാകാൻ പോകുന്ന സംഭവത്തെ കുറിച്ച് ഓർത്ത് അവർ അങ്ങനെ ടെൻഷനോട് നിൽക്കുമ്പോഴാണ് കൃത്യമായിട്ട് ആ ചവിട്ടിയിലേക്ക് മീര കാല് വെച്ചതും ആ ചവിട്ടിയിൽ നിന്ന് കാല് തന്നെ ആ സ്റ്റെയറിലൂടെ പതുക്കെ ഊർന്ന് ദേഹമെല്ലായിടത്തും ഇടിച്ചുകൊണ്ട് നടു ഇടിച്ച് വേദനയോടെ ആതിരയ്ക്ക് വെച്ച കെണിയിൽ മീര വന്ന് വീണത്. അങ്ങനെ അവിടെ അവസാനം സ്റ്റെയറിന് താഴെ എത്തി നടു ഉളുക്കി വേദനിച്ച് അങ്ങനെ ഇരുന്ന് അയ്യോ അമ്മയെന്ന് മീര നിലവിളിച്ചുകൊണ്ടിരിക്കുന്ന ശബ്ദം കേട്ട് സ്നേഹവേഗം അരികിലേക്ക് ഓടിയെത്തി. അയ്യോ മീരടുത്തി, എന്തു പറ്റി എന്ന് ചോദിച്ചു. നീ എന്നെ ഒന്ന് എഴുന്നേൽപ്പിക്കാവോ ഇവിടുന്ന്, ആ ചവിട്ടി ഞാൻ വീണതാണേ എന്ന് മീരയെടുത്ത് വിഷമത്തോടെ പറഞ്ഞു. അത് കേട്ട ഉടനെ സ്നേഹ ചോദിച്ചു, അല്ല, ഈ ചവിട്ടി ഇതാരാ ഇവിടെ കൊണ്ടിട്ടേക്കുന്നത്, ഇങ്ങനൊരു ചവിട്ടി എവിടെ ഇല്ലാത്തതാണല്ലോ എന്ന് പറഞ്ഞത്. അയ്യോ, എന്റെ നടുവിന്റെ എനക്ക് പോയേ എന്ന് പറഞ്ഞ് മീര ബഹളം വെച്ചു. അല്ല, എങ്ങനെയാ മീരയെടുത്ത് വീണത്, ഇതെങ്ങനെ ഈ ചവിട്ടി ഇവിടെ വന്നു എന്നൊക്കെ ചോദിച്ചു. ഈ ചവിട്ടി അവിടെ കിടന്നിട്ട് അതേ കയറി ചവിട്ടിയതാ, ഇത്രയും ദിവസമായിട്ടും ഈ ഒരു ചവിട്ടി ഞാൻ അവിടെ കണ്ടിട്ടില്ലല്ലോ എന്ന് മീര പറഞ്ഞു. പിന്നെ ആരാ ഈ ചവിട്ടി ഇവിടെ കൊണ്ട് ഇട്ടത് എന്ന് സ്നേഹ അന്വേഷിച്ചിട്ടും ഇത് ഇട്ടത് ആരാന്നും ഇത് എന്തിനു വേണ്ടിയുള്ളതാണെന്നും ഒക്കെ എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ഓ, എനിക്കെല്ലാം മനസ്സിലായി. എന്റെ ദൈവമേ, ഈ വീട്ടിൽ സമാധാനത്തോടെ കഴിയാന്ന് ഒന്നും വിശ്വസിച്ച് ജീവിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയായല്ലോ എന്റെ ദൈവമേ എന്ന് പറഞ്ഞിങ്ങനെ ഇവിടെ വല്ല ഭൂതങ്ങളാണോ ദൈവമേ ഇവിടെ താമസിക്കുന്നത്, ഇത് പിശാചിന്റെ കോട്ടയാണോ എന്നിങ്ങനെ മീര ഇങ്ങനെ സങ്കടപ്പെട്ട് വിളിച്ചു പോന്നു കേട്ട് ഉടനെ സ്നേഹ ചോദിച്ചു, അതെ മീരടുത്ത് ഒരു കാര്യം ചോദിച്ചോട്ടെ, വീണപ്പോ തല എങ്ങനെ എവിടെയെങ്കിലും ഇടിച്ചായിരുന്നോ എന്ന് സ്നേഹ ചോദിച്ചപ്പോഴേക്കും, അതെ, ഞാൻ നല്ല സ്വബോധത്തോടെ തന്നെ പറയുന്നത്, എനിക്കെല്ലാം മനസ്സിലായി, ആദ്യം ഈ ചവിട്ടിയെടുത്ത് നീ തൂരക്കള എന്ന് മീര സ്നേഹയോട് ദേഷ്യപ്പെട്ടു. മീര പതുക്കെ ആ ചവിട്ടിയുമായി പുറത്തേക്ക് പോന്നു. ഈ സമയത്ത് സ്നേഹ ആ ചവിട്ടിയുമായി പോകുന്നത് കണ്ട് മീര പതുക്കെ അവിടെയുള്ള ആ ഡൈനിങ് ടേബിളിന് അരികിലിരിക്കുന്ന ആ ചെയറിൽ പതുക്കെ ചെന്നിരിക്കുന്നു. നടു ഒടി നന്നായിട്ട് തട്ടിയത് കൊണ്ട് വേദന കാരണം മീര നിലവിളിക്കുകയും ഇതൊക്കെ ആരാ ചെയ്തതെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാമെന്ന് പറഞ്ഞുകൊണ്ട് മീര അവിടെ ഇരിക്കുമ്പോൾ മീരയെ അങ്ങനെ ഒന്ന് വീഴുന്നത് കാണാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലായിരുന്നു അനഘ. അപ്പോഴാണ് കാറിൽ ഹരിഹരന്റെ വീട് അന്വേഷിച്ച് പൊക്കോണ്ടിരിക്കുമ്പോ ഉടനെ അർച്ചന ഹരിഹര എന്ന സന്ധ്യ ഡോക്ടറോട് ചോദിച്ചു, അല്ല, ഈ ഒരു ഫോട്ടോയും അഡ്രസ്സുമായിട്ട് നമ്മൾ ഈ സിറ്റി മുഴുവൻ കറങ്ങി നടന്നിട്ട് എങ്ങനെ കണ്ടുപിടിക്കാനാണ് ഡോക്ടറെ എന്ന് ചോദിച്ചു. എങ്ങനെയും അയാളെ കണ്ടെത്താൻ കഴിയുമോ എന്ന ആശങ്കയോടെ അർച്ചന ഇങ്ങനെ സംസാരിക്കുമ്പോൾ സന്ധ്യ ഡോക്ടർ പറഞ്ഞു, അതെ, ഈ കാർ നമ്പർ അതിനകത്തുണ്ടല്ലോ, ആ വണ്ടിയുടെ നമ്പർ വെച്ച് നമുക്ക് എന്തായാലും
നമ്പറിന്റെ കാർ നമ്പർ വെച്ച് അയാളുടെ അഡ്രസ്സ് കണ്ടെത്താൻ കഴിയും. അത് മാത്രമാണ് ഇനിയുള്ള പോംവഴി. നമുക്ക് കണ്ടെത്താൻ കഴിയുമെന്നേ. താൻ വിഷമിക്കാതെ, ഇത്രയൊക്കെ എത്തിക്കാൻ കഴിഞ്ഞില്ലേ, നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം എന്ന് സന്ധി ഡോക്ടർ പറയുമ്പോൾ അർച്ചന ആകെ നിരാശയോടെ പറഞ്ഞു. ഓരോ കുരുക്ക് അഴിച്ചഴിച്ച് വരുമ്പോഴേക്കും വീണ്ടും വീണ്ടും അതിലും വലിയ കുരുക്കിലേക്ക് ചെന്ന് എത്തുകയാണല്ലോ ഡോക്ടറെ എന്ന് ഒരെത്തും പിടിയും കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് ആകെ നിരാശയോടെ അർച്ചന ഇങ്ങനെ ഇരിക്കുമ്പോൾ സന്ധി ഡോക്ടർ പുറത്തേക്ക് അങ്ങനെ നോക്കിയതും പെട്ടെന്ന് ഡ്രൈവറോട് പറഞ്ഞു, അതെ വണ്ടി നിർത്ത്, വണ്ടി നിർത്ത്. അവസാനം വണ്ടി നിർത്തിയ സമയത്ത് ഡ്രൈവറോട് പറഞ്ഞു, അതെ പ്രതിഭയെ കുറച്ചൊന്ന് ബാക്കിലേക്ക് വന്നേ. അങ്ങനെ റിവേഴ്സ് എടുത്തുകൊണ്ട് കുറച്ചുകൂടി പുറകിലേക്ക് വരുമ്പോഴേക്കും സന്ധി ഡോക്ടർ അപ്പുറത്ത് ഒരു ഷോപ്പിന് മുന്നിലായി കിടക്കുന്ന ഒരു കാറ് കണ്ടു. പെട്ടെന്ന് അർച്ചനയുടെ കയ്യിൽ നിന്ന് ആ മൊബൈൽ ഫോൺ വാങ്ങിച്ച് അതിലെ കാർ നമ്പരും ആ കാറിന്റെ നമ്പരും കൂടി സന്ധ്യ ഡോക്ടർ ഒന്ന് ശരിയാണോ എന്ന് രണ്ടും തമ്മിൽ വെച്ച് നോക്കുന്നു. അതിനുശേഷം സന്ധ്യ ഡോക്ടർ പറഞ്ഞു, ദേ ഈ നമ്പർ തന്നെയല്ലേ ആ കിടക്കുന്ന കാറിനും, അപ്പൊ അത് തന്നെയാണ്, ആ കാർ തന്നെയാണ് നമ്മൾ അന്വേഷിച്ച് വന്നിരിക്കുന്നത്. അപ്പോ അയാൾ ഇവിടെ ഏതോ ഈ പരിസരത്ത് എവിടെയോ ഉണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്. അർച്ചന ഒരു കാര്യം ചെയ്യ്, അർച്ചന ഇവിടെ ഇരിക്കെ, ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരാം എന്ന് പറഞ്ഞ് സന്ധ്യ ഡോക്ടർ പുറത്തേക്ക് ഇറങ്ങാൻ ഒരുങ്ങുന്നു. അപ്പോഴാണ് പെട്ടെന്ന് അവിടെ അടുത്ത് കണ്ട ആ ഷോപ്പിൽ നിന്ന് എന്തോ വാങ്ങിച്ചുകൊണ്ട് ഹരിഹരൻ താഴേക്ക് ഇറങ്ങി വരുന്നത് അർച്ചന ശ്രദ്ധിച്ചത്. ഉടനെ അർച്ചന പറഞ്ഞു, അയ്യോ ഡോക്ടറെ വേണ്ട വേണ്ട, അയാളാണ്ടതാ വരുന്നുണ്ട് എന്നറിയിച്ചു. ഉടനെ ഇരുവരും കൂടി ആ കാറിലേക്ക് തന്നെയാണ് അയാൾ കയറുന്നത് നോക്കി. കൃത്യമായി അയാൾ ആ കാറിൽ ഡോറ് തുറന്ന് അതിലേക്ക് കയറുന്നത് കണ്ടതോടെ സന്ധ്യ ഡോക്ടർ പറഞ്ഞു, പ്രതിഭേ ദാ ആ കാറിനെ ചേസ് ചെയ്ത് പൊയ്ക്കോ. അങ്ങനെ ആ കാറിനെ ഫോളോ ചെയ്ത് അവർ മുന്നോട്ട് നീങ്ങി. കുറച്ചു ദൂരം അങ്ങനെ ആ കാറിന്റെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുമ്പോഴേക്കും പെട്ടെന്ന് ഇടവഴിയിൽ നിന്ന് ഒരു ട്രാവലർ അവരുടെ കാറിന് എതിരെയായി വന്നു നിന്നു. അങ്ങനെ സന്ധ്യ ഡോക്ടറുടെയും അർച്ചനയുടെയും ആ പ്രതീക്ഷയും അസ്ഥാനത്താക്കി. കൃത്യമായി തന്നെ അയാളെ ചേസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുമ്പോഴായിരുന്നു അവരുടെ മുന്നിലേക്ക് അങ്ങനെ ഒരു വണ്ടി വന്നത്. അതോടെ ആ ഹരിഹരനെ ഫോളോ ചെയ്ത് പോയിട്ട് അയാളുടെ വീട് കണ്ടെത്താന്നുള്ള ആ ശ്രമം അതോടെ അവസാനിച്ചതിന്റെ നിരാശയിൽ അർച്ചനയും സന്ധ്യ ഡോക്ടറും ഇരിക്കുന്നു.